പണ്ട് പണ്ടൊരിടത്തൊരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന് വളരെ സമർത്ഥനും ജ്ഞാനിയുമായിട്ടുള്ള ഒരു മന്ത്രി ഉണ്ടായിരുന്നു. ആ മന്ത്രി എന്ത് തന്നെ സംഭവിച്ചാലും അതിപ്പോൾ ഒരു ദുഃഖകരമായ കാര്യമാണെങ്കിൽ പോലും എല്ലാം നല്ലതിനാണ് എന്ന് പറഞ്ഞിരുന്നുള്ളൂ. അങ്ങനെ ഒരിക്കൽ രാജാവ് തൻ്റെ വാള് മൂർച്ച വെക്കുകയായിരുന്നു. ആ സമയം മന്ത്രിയും രാജാവിൻ്റെ അരികിലാണ് ഇരുന്നിരുന്നത്. പെട്ടെന്ന് തന്നെ യാദൃച്ഛികമായിട്ട് രാജാവിൻ്റെ കയ്യിൽ നിന്ന് വാള് താഴേക്ക് തെന്നി വീഴുന്നു. ചെന്ന് വീണതോ രാജാവിൻ്റെ കാലിലേക്ക്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു വിരൽ അറ്റുപോകുന്നു. ഇത് കണ്ടു നിന്ന മന്ത്രി രാജാവിനോട് പറഞ്ഞു, പ്രഭു വിഷമിക്കേണ്ട, എല്ലാം നല്ലതിനു വേണ്ടിയാണ്. ഇത് കേട്ടതിന് രാജാവിന് ആകപ്പാടെ ദേഷ്യം വന്നു. എന്നിട്ട് മന്ത്രിയോട് ദേഷ്യഭാവത്തിൽ ചോദിച്ചു, എന്റെ വിരൽ മുറിഞ്ഞു പോയത് നീ കണ്ടില്ലേ? എന്നിട്ട് എല്ലാം നല്ലതിനാണെന്നോ? എന്താ ഇപ്പോൾ ഇതിൽ നല്ലത് സംഭവിച്ചത്? രാജാവിന് ഭയങ്കര ദേഷ്യം വന്നു. രാജാവ് ഉടനെ മന്ത്രിയെ പിടിച്ച് ജയിലിൽ അടയ്ക്കാൻ ഉത്തരവിടുന്നു. പക്ഷേ ജയിലിൽ അടച്ചിട്ടും ആ മന്ത്രിക്ക് ഒരു സങ്കടവും ഇല്ലായിരുന്നു. ജയിലിലേക്ക് കൊണ്ടുപോകുന്ന സമയവും മന്ത്രി ഇങ്ങനെ പറഞ്ഞു, എല്ലാം നല്ലതിനാണ്, സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണ്. ഇത് കേട്ടതിന് രാജാവ് അത്ഭുതപ്പെട്ടു. അദ്ദേഹം ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു, എന്തൊരു വിചിത്രനായ മനുഷ്യനാണ് ഈ മന്ത്രി. അങ്ങനെ ഇതൊക്കെ സംഭവിച്ചു. ഒരു 2 മാസം കടന്നുപോയി. ഒരു ദിവസം രാജാവ് തൻ്റെ പടയാളികളൊക്കെ ആയിട്ട് കാടിൻ്റെ ഉള്ളിൽ വേട്ടയ്ക്കായിട്ട് പോവുകയാണ്. വേട്ടയാടി അവർ ഉൾക്കാടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നു. അവിടെ വെച്ച് രാജാവ് ഒരു മാനിനെ കാണുകയും അതിനെ പിടിക്കാനായിട്ട് അതിൻ്റെ പിന്നാലെ കൂടുകയും ചെയ്യുന്നു. മാനിൻ്റെ പുറകെ കൂടി രാജാവും പടയാളികളും 2 വഴിക്കാകുന്നു. അവസാനം രാജാവ് കഴിയാവുന്നതിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടും ആ മാനിനെ പിടിക്കാൻ കഴിഞ്ഞില്ല. അതുമാത്രമല്ല, അദ്ദേഹം ആ കാടിൻ്റെ ഉള്ളിൽ വഴിയറിയാതെ പെട്ടുപോകുകയും ചെയ്യുന്നു. താൻ പെട്ടു എന്ന് മനസ്സിലാക്കിയ രാജാവ് കാടിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് കടക്കാനുള്ള കഠിന പരിശ്രമം നടത്തി. പക്ഷെ പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. ഒരു കൂട്ടം കാട്ടുവാസികൾ രാജാവിനെ വളഞ്ഞു. അവർക്ക് ഇത് രാജാവാണെന്നോ അവർ ഈ രാജാവിൻ്റെ രാജ്യത്തിന് ഉള്ളിലാണ് വസിക്കുന്നതെന്നോ ഒന്നും യാതൊരു അറിവുള്ളവരൊന്നും ആയിരുന്നില്ല. അവര് രാജാവിനെ ബന്ദിയാക്കി അവരുടെ വാസസ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ കാട്ടുവാസികൾ അവരുടെ ഉപാസകമൂർത്തിയായ ദേവിക്ക് അർപ്പിക്കുവാൻ ഒരു മനുഷ്യനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പോകുന്ന വഴിയെ തന്നെ വിടണമെന്ന് രാജാവ് അഭ്യർത്ഥിച്ചെങ്കിലും ആ കാട്ടുവാസികൾ രാജാവിൻ്റെ ഭാഷ വശമില്ലാതിരുന്നത് കൊണ്ട് അതിൽ യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. രാജാവ് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക മാത്രമായിരുന്നു. അവർ മനുഷ്യനെ കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ വാദ്യോപകരണങ്ങൾ ഉറക്കെ കൊട്ടി തുള്ളിച്ചാടാൻ തുടങ്ങി. അവർ രാജാവിനെ കുളിപ്പിച്ച് വസ്ത്രമൊക്കെ ധരിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഒരു പൂമാല ഇട്ടുകൊടുത്തു. രാജാവിൻ്റെ നരബലി അർപ്പിക്കുന്നതിനുള്ള അവസാന ഒരുക്കമായിരുന്നു അത്. അവസാനം ആ ചേരിയിലെ മൂപ്പൻ അങ്ങോട്ട് കടന്നു വന്നു. മൂപ്പൻ രാജാവിനെ അടിമുടി പരിശോധിച്ചു. അപ്പോ രാജാവിന്റെ കാലില് ഒരു വിരൽ മുറിഞ്ഞു പോയതായിട്ട് മൂപ്പന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. ഉടനെ തന്നെ വാദ്യഘോഷങ്ങൾ മുഴക്കുന്നത് നിർത്താൻ മൂപ്പൻ പരിവാരങ്ങളോട് ഉത്തരവിടുന്നു. എന്നിട്ട് പറഞ്ഞു, ഈ മനുഷ്യൻ നമ്മുടെ ഉപാസകമൂർത്തിക്ക് നരബലി അർപ്പിക്കുവാൻ യോഗ്യനല്ല. കാരണം ഇവൻ അംഗവൈകല്യം സംഭവിച്ചവനാണ്. അങ്ങനെ ഒരാളെ നമ്മൾ അർപ്പിച്ചാൽ ദേവി സന്തോഷിക്കുകയല്ല ചെയ്യുക, മറിച്ച് കോപമായിരിക്കും ഫലം. അങ്ങനെ രാജാവിനെ വിട്ടയക്കുവാൻ അവർ തീരുമാനിക്കുന്നു. രാജാവ് സന്തോഷത്തോടെ കുതിരയുടെ മേലെ കയറി കൊട്ടാരത്തിലേക്ക് എത്തുന്നു. കൊട്ടാരത്തിലെത്തി ഒന്ന് ശാന്തമായ ശേഷം രാജാവ് ചിന്തിച്ചു, എന്റെ ഈ കാൽവിരൽ ഒരെണ്ണം മുറിഞ്ഞു പോയില്ലായിരുന്നുവെങ്കിൽ എന്നെ ആ കാട്ടുവാസികൾ പിടിച്ച് നരബലി അർപ്പിക്കുമായിരുന്നു. അപ്പോ നമ്മുടെ മന്ത്രി പറഞ്ഞത് ശരിയാണ്, എന്തൊക്കെ സംഭവിച്ചാലും അതൊക്കെ നല്ലതിന് തന്നെയാണ്. ഉടനെ തന്നെ മന്ത്രിയെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുവാൻ രാജാവ് ഉത്തരവിടുന്നു. എന്നിട്ട് വീണ്ടും അദ്ദേഹത്തെ മന്ത്രി സ്ഥാനത്തേക്ക് നിയമിക്കുന്നു. എന്നിട്ട് മന്ത്രിയോട് രാജാവ് ചോദിച്ചു, പറയൂ മന്ത്രി, എന്റെ കാൽവിരൽ മുറിഞ്ഞത് കൊണ്ട് എന്തായാലും നന്നായി, അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. പക്ഷെ അങ്ങയെ ജയിലിൽ 2 മാസം അടച്ചതിൽ എന്ത് നല്ലതാണ് അങ്ങേക്ക് സംഭവിച്ചത്? അപ്പോ ആ മന്ത്രി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രഭു, ഞാൻ അങ്ങയുടെ മന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ സർവ്വസമയവും അങ്ങയുടെ കൂടെ തന്നെ ഞാൻ ഉണ്ടായിരിക്കണമല്ലോ. ഞാൻ ആ സമയത്ത് കാരാഗൃഹത്തിലാകാതെ അങ്ങയുടെ ഒപ്പമായിരുന്നെങ്കിൽ അവരെന്നെ ഇപ്പോൾ നരബലി കൊടുക്കുമായിരുന്നു. കാരണം എന്റെ ശരീരത്തിൽ അംഗവൈകല്യം ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ആ സമയം ഞാൻ ജയിലിലായിരുന്നത് എന്തായാലും നന്നായി. അതുകൊണ്ട് അങ്ങയുടെയും എന്റെയും ജീവൻ രക്ഷപ്പെട്ടു. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് അങ്ങയോട്, എന്തൊക്കെ സംഭവിച്ചാലും ആ സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണെന്ന്. നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ ഒന്ന് നോക്കിയാലും ഇതൊക്കെ തന്നെ കാണാൻ പറ്റും. ചില സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് വളരെ സങ്കടകരമായി നമുക്ക് തോന്നും. പക്ഷെ കുറേ നാളുകൾക്ക് ശേഷം നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും, അല്ലെങ്കിൽ ബോധ്യപ്പെടും, അന്ന് ആ സമയത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചത് നന്നായി എന്ന്. നമ്മുടെ ജീവിതത്തിൽ പലതും നമ്മുടെ ബുദ്ധി വെച്ചിട്ടാണ് അളക്കാൻ അല്ലെങ്കിൽ വിധിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയൊക്കെ പരിമിതമാണ്. സംഭവിക്കുന്നതിൻ്റെ ന്യായവും അന്യായവും അല്ലെങ്കിൽ നല്ലതും ചീത്തയും വിധിക്കാൻ നമ്മുടെ ബുദ്ധി പോരാ.
ഈ ലോകം മുഴുവൻ മുന്നോട്ട് നീങ്ങുന്നത് കർമ്മ അനുസരിച്ചാണ്. ആരാണോ നല്ലത് ചെയ്യുന്നത് അവർക്ക് തീർച്ചയായിട്ടും സന്തോഷം ലഭിക്കും. ആരാണോ വേണ്ടാത്തത് അല്ലെങ്കിൽ ഈശ്വരന് നിരക്കാത്തത് ചെയ്യുന്നത് അവർ തീർച്ചയായിട്ടും ദുഃഖം അനുഭവിച്ചിരിക്കും. അപ്പോൾ നിങ്ങളൊരു ദുഃഖത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ചീത്ത കർമ്മങ്ങളുടെ ബാഡ് കർമ്മയുടെ ഫലങ്ങൾ അല്ലെങ്കിൽ കാഠിന്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന്. വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ജന്മത്തിലോ അല്ലെങ്കിൽ മുൻജന്മത്തിലോ ചെയ്ത ചീത്ത കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് നമ്മളിപ്പോൾ നേരിടുന്ന ദുഃഖങ്ങൾ. ആക്ച്വലി നമ്മൾ ഈ ദുഃഖങ്ങളെ നേരിടുന്നത് വഴി നമ്മുടെ ചീത്ത കർമ്മങ്ങളുടെ പ്രായച്ചിത്തമാണ് നമ്മൾ ഈ ദുഃഖിക്കുന്നത് വഴി ചെയ്യുന്നത്. അതായത് പ്രകൃതിക്ക് നിങ്ങളെ വേണം അല്ലെങ്കിൽ നമ്മളെ വേണം നല്ല ഒരു ആത്മാവായിട്ട്. അതുകൊണ്ട് നിങ്ങളുടെ ചീത്ത കർമ്മങ്ങളുടെ എല്ലാം ഫലങ്ങൾ അനുഭവിച്ച് നിങ്ങൾക്ക് തിരിച്ചറിവ് തരികയാണ്, നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ നിങ്ങളെ തിരിച്ചറിഞ്ഞ് സത്കർമ്മങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു നല്ല ഒരു ആത്മാവ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രകൃതി. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ശത്രുവിനെ കൊണ്ടല്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ സംഭവിക്കുന്നതെല്ലാം നല്ലതിന് വേണ്ടിയാണെന്ന്. സോ ഇന്ന് തന്നെ നിങ്ങളുടെ മനസ്സിൽ നിന്നും ആ ചിന്ത എടുത്ത് കളയൂ. എൻ്റെ ജീവിതം മുഴുവൻ ദുഃഖം നിറഞ്ഞതാണ് എന്നൊരു ചിന്ത. പിന്നെ ഒരു കാര്യം കൂടി ഒരിക്കൽ കൂടി പറയട്ടെ, എന്തൊക്കെ സംഭവിക്കുന്നോ എല്ലാം നല്ലതിന് വേണ്ടി തന്നെയാണ്.